साथियों, जब देश तेजी से बढ़ता है तो केरला जैसे प्रतिभाशाली राज्य की भागीदारी उसमें बहुत महत्वपूर्ण हो जाती है। लेकिन सच्चाई यह भी है कि बीते वर्षों में केरला के युवाओं को नए अवसर देने के वो प्रयास नहीं हुए जो होने चाहिए थे। दो तरह की आइडियोलॉजी के संघर्ष में केरल का बहुत नुकसान हो रहा है। यहां एक आइडियोलॉजी है जो अपनी पार्टी को केरला के हित से भी ऊपर समझती है, वहीं दूसरी एक और आइडियोलॉजी एक परिवार को हर चीज से ऊपर रखती है। ये दोनों मिलकर हिंसा को बढ़ावा देते हैं, भ्रष्टाचार को बढ़ावा देते हैं। केरला के युवाओं को इन दोनों ही आइडियोलॉजी को പരാസ് करने के लिए मेहनत करनी है। സുഹൃത്തുക്കളെ, രാജ്യം അതിവേഗതയിൽ പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിലെ പ്രതിഭാശാലികളായിട്ടുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം അതിൽ പങ്കാളികളാകേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ വാസ്തവം എന്താ? കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കിട്ടേണ്ടിയിരുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നിഷേധിക്കപ്പെടുകയാണ്. ഒരു വശത്ത് ഇവിടെ രണ്ട് ആശയഗതികൾ തമ്മിലുള്ള സംഘർഷം, ആ സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഒരു കൂട്ടർ തങ്ങളുടെ പാർട്ടി കേരളത്തിന്റെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ തങ്ങളുടെ പാർട്ടി താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടർ, വേറൊരു കൂട്ടർ കേരളത്തിന്റെ താല്പര്യങ്ങളെക്കാൾ ഒരു കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന വേറൊരു കൂട്ടർ. അങ്ങനെയുള്ള ഈ രണ്ട് കൂട്ടരും ചേർന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ കുരുതി കൊടുക്കുകയായിരുന്നു. കേരളത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുകയായിരുന്നു. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഈ രണ്ട് ആശയഗതികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ട അവസരം സമാഗതമായിരിക്കുകയാണ്. साथियों, एक तरफ भाजपा की सरकार हम सभी लोग देश का एक्सपोर्ट बनाने के लिए हमारे केरल से ट्रेडिशनल दवाइयां, मेडिसिन दुनिया में जाए, उसके लिए दिन रात मेहनत कर रहे हैं, तो वहीं यहां केरला में दूसरा ही खेल कुछ लोग चला रहे हैं। यहां पर दिन रात कुछ लोग गोल्ड की स्मगलिंग के लिए मेहनत करते रहते हैं। केरला के नौजवानों से कोई सच्चाई छिपी नहीं है। वो जानते हैं कि सत्ता में बैठे कुछ लोग कैसे यहां के युवाओं के भविष्य के साथ खिलवाड़ कर रहे हैं. സുഹൃത്തുക്കളെ, ഒരു വശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഈ രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. മറുവശത്ത് കേരളത്തിൽ മറ്റൊരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വശത്ത് നമ്മുടെ പരമ്പരാഗത വൈദ്യ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ രാവും പകലും സ്വർണ്ണക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ, അതിലാണ് അവരുടെ മുഴുവൻ അധ്വാനവും, ആ അധ്വാനം മുഴുവൻ അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരിൽ നിന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. അവർക്കറിയാം അധികാരത്തിൽ ഇരിക്കുന്ന ചില ആളുകൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഭാവി, ആ ഭാവി കൊണ്ട് പന്താടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. साथियों, केरला के युवाओं के एस्पिरेशंस और बेचैनी को केंद्र की भाजपा सरकार भली भांति समझती है. बीते 9 वर्षों में देश ने पूरा प्रयास किया है कि केंद्र से जो योजनाएं शुरू हो रही है उनका लाभ केरला के लोगों को मिले. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആശയാഭിലാഷങ്ങൾ, ആ അഭിലാഷങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി പദ്ധതികൾ, ആ പദ്ധതികളുടെ പ്രയോജനം
കേരളത്തിനും കൂടി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. कोरोना के समय केरला ने इतनी कठिनाइयों का सामना किया. हमने गरीबों को मुफ्त राशन दिया, मुफ्त वैक्सीन दी. आज केंद्र सरकार की योजनाओं की वजह से यहां लोगों को मुफ्त इलाज मिल रहा है, अपना घर मिल रहा है, मुद्रा योजना के जरिए आसान लोन मिल रहा है. देश के इन प्रयासों का मकसद है कि गरीब अपने पैरों पर खड़ा हो सके और हर वर्ग का युवा आत्मनिर्भर बन सके. बीजेपी चाहती है केरल का युवा डिजिटल इंडिया और एआई रिवॉल्यूशन को लीड करे. बीजेपी चाहती है केरल का युवा साइंस और इनोवेशन में लीड करे, महान मलयाली संस्कृति को भी दुनिया तक पहुंचाए. बीजेपी चाहती है केरला का युवा स्पोर्ट्स में भी न्यू इंडिया का प्रतिनिधित्व करे. കൊറോണയുടെ കാലത്ത് കേരളം നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് ആ കാലത്ത് പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് റേഷൻ നൽകിയത്, സൗജന്യമായിട്ട് വാക്സിൻ നൽകിയത്. ഇന്ന് കേന്ദ്ര സർക്കാർ കാരണം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കാരണം ഇവിടെ എല്ലാവർക്കും സൗജന്യമായിട്ട് ചികിത്സാ സഹായം ലഭിക്കുന്നു, അവർക്കെല്ലാവർക്കും വീട് ലഭിക്കുന്നു. മുദ്രാ വായ്പകളിലൂടെ അവരുടെ ജീവിതം, ആ ജീവിതം സുഖകരമാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന്റെ ലക്ഷ്യം ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ്, ആ കഴിവുണ്ടാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. അതുമാത്രമല്ല, ഈ നാട്ടിലെ യുവാക്കൾക്ക് ആ യുവാക്കൾ സ്വയം പര്യാപ്തരായിട്ട് മാറണം എന്നുള്ളതാണ് ലക്ഷ്യം. ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഡിജിറ്റൽ ഇന്ത്യക്ക് നേതൃത്വം നൽകുന്നവരായിട്ട് മാറണം. നിർമ്മിത ബുദ്ധിയുടെ വിപ്ലവത്തിന്, ആ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നവരായിട്ട് മാറണം. ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു ഈ കേരളത്തിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് നേതൃത്വം നൽകുന്നവരാകട്ടെ. മലയാള സംസ്കൃതിയുടെ, മലയാള സംസ്കാരത്തിന്റെ ആ സംസ്കാരത്തെ ലോകത്തിന് മുഴുവൻ എത്തിക്കാൻ കഴിയുന്ന, അതിന് നേതൃത്വം നൽകുന്നവരായിട്ട് മാറാൻ കഴിയട്ടെ. ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു കേരളത്തിലെ ചെറുപ്പക്കാർ കലാകായിക മേഖലകളിൽ, ആ മേഖലകളിൽ മുന്നേറ്റം നടത്തിക്കൊണ്ട് പുതിയ ഇന്ത്യയുടെ പ്രതിനിധികളായിട്ട് അവർ മാറട്ടെ. साथियों, आपके पास अगले 25 वर्ष का वो समय है जिसे नए भारत के निर्माण के समय के रूप में याद किया जाएगा. हमारी कितनी पीढ़ियां ने उन देश के लिए असीम बलिदान दिए, देश के लिए असंख्य सपने देखे. हमें केरला और देश की विरासत के वैभव के लिए काम करना है. हमें एक भारत श्रेष्ठ भारत के संकल्प के लिए काम करना है. हमें देश के लोकतंत्र को मजबूत करने के लिए काम करना है. हमें अपनी परंपराओं को समृद्ध करने के लिए काम करना है. സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വരാൻ പോകുന്ന 25 വർഷക്കാലം, ആ 25 വർഷക്കാലം പുതിയൊരു ഭാരതത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള കാലമാണ്. നമ്മുടെ നിരവധി തലമുറകൾ, ആ തലമുറകൾ ഈ നാടിനു വേണ്ടിയിട്ട് അവരുടെ വലിയ ത്യാഗങ്ങൾ ചെയ്തു. അവർ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനമാണ് നമുക്ക് നടത്താനുള്ളത്. നമുക്ക് കേരളത്തെയും നാടിനെയും, ആ നാടിൻ്റെ പാരമ്പര്യവും ചരിത്രവും അതിനു വേണ്ടിയിട്ട്, അതിൻ്റെ വൈഭവത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. നമുക്ക് ഈ രാജ്യത്തെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാജ്യമാക്കിയിട്ട് മാറ്റാൻ, ശ്രേഷ്ഠ ഭാരതമാക്കിയിട്ട് മാറ്റാനുള്ള പ്രതിജ്ഞ, ആ പ്രതിജ്ഞ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കർമ്മനിരതരാകാം. നമുക്ക് ഈ നാടിൻ്റെ ആ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഈ നാട്ടിൻ്റെ പാരമ്പര്യത്തെ, ആ നാടിൻ്റെ ഇതിഹാസത്തെ, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം.